ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. നീ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഒന്നൊക്കെ ഷാനിനെ പറ്റി കുറ്റം പറയാൻ, അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരെ പറ്റി കുറ്റം പറയാൻ. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് എന്തിനാണ് ഇവളെ ഉമ്മാനെ പറ്റി, ഉമ്മാനെയും ഇവളെ സ്വന്തം മോളെയും പറ്റിയിട്ട് കുറ്റം പറയാൻ. 2 ദിവസത്തിന് മുമ്പ്, കുറച്ച് ദിവസം മുമ്പേ മോൾ ഉമ്മാരുടെ അടുത്താണെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ? അറിയാലോ. നിൻ്റെ അടുത്ത് ഷാൻ എന്ന് വന്നിന് അന്നാണ് നിൻ്റെ മോളെ നീ പിടിച്ചിട്ട് എൻ്റെ ഉമ്മാരത്ത് കൊണ്ടാക്കിന്. അത് മകള് വളർന്ന് വരികയാണ്. അപ്പം മകൾക്ക് നീ എന്താ പറയുക, ചോറ് തന്നെയല്ലേ കൊടുക്കുന്നത്. അത് ചിന്തിക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് നിൻ്റെ അടുത്ത് ഷാൻ വന്ന് നിൽക്കുമ്പം നീ അവളെ പിടിച്ച് അകറ്റിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടാക്കിയപ്പോൾ മകൾക്ക് സ്വാഭാവികമായിട്ടും ഉമ്മാനോട് വെറുപ്പ് വന്ന്, അത്രയേ ഉള്ളൂ. എവര് റഹീമിനെ കോണ്ടാക്ട് ചെയ്യും, പഞ്ചായത്തിൽ പോക്കും ഒക്കെ. ഒരൊറ്റ കാര്യം പറയട്ടെ, മസ്റൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയാണ് 4 ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിൽ നിൻ്റെ മോള് പലതും പറയും. അതുകൊണ്ട് പരമാവധി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്നത് നീ കുറച്ച് നിർത്ത്. എന്നാലേ നിൻ്റെ മോളായാലും കുറച്ച് അടങ്ങൂലും. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് നിൻ്റെ മോള് പറയും. അത് ഉറപ്പാ. നിൻ്റെതല്ലേ മോള്. 4.5 വർഷം ഞാൻ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടില്. കറക്റ്റ് 3500 രൂപ വാടകയും. അതെ, വാടകയ്ക്ക് നിന്നെടുത്തുനിന്ന് ആരെയല്ലോ കരുണ കൊണ്ട് പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് നീ നല്ലൊരു വീട് വെച്ചതല്ലേ. ആ വീട് വെച്ചിട്ട് നിനക്ക് നിൻ്റെ 3 മക്കളെയും കൊണ്ട് സമാധാനത്തോടെ അവിടെ ജീവിച്ചാൽ പോരെ. ഇപ്പം നീ ഷാൻ എന്ന് പറയുന്ന ഭർത്താവിനെ കൂട്ടിപ്പിടിച്ചതാ നിൻ്റെ മോൾ ഇങ്ങനെ നിന്നോട് എതിർത്ത് പറയാൻ കാരണം. ഇന്ന് ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാരടുത്ത്, എന്റെ മക്കളെ നോക്ക്. അപ്പൊ എന്നിൽ നിന്നുള്ളതെല്ലാം ഊറ്റി മേടിച്ച് ഞാൻ ഷെറൻ സ്കൂളിൽ 13,000 രൂപ കൊടുക്കാണ്ടെന്ന് എന്റെ തള്ള പറഞ്ഞു. 6,000 സംതിങ്ങിന്റെ കാര്യം എനിക്ക് അറിയാവും. ഞാൻ ഇന്ന് വിളിച്ച് സംസാരിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് എല്ലാ മടവൂർ സെൻട്രൽ സ്കൂളിൽ നമ്മൾ പോവാൻ ഒരുങ്ങിയതാണ്. അപ്പൊ നോക്കിയപ്പോ വേഗം തൂക്കിയപ്പോ നാവായിക്കുളത്ത് പോണ്. ഇത്രയും കാലം റഹീമേ, നിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ. അന്ന് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അന്ന് കുട്ടിയുടെ ചെലവ് വയ്ക്കാൻ പറഞ്ഞോട്ടാ. എനിക്കൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥ. എന്റെ ഉമ്മാരുടെ അവസ്ഥ എങ്ങനെയാണ്? പണ്ട് ആസിഡ് കുടിയും കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഡിപ്രഷനിൽ കൊണ്ടുപോയത് ഉമ്മയാണ്. അന്ന് നിൻ്റെ ഉമ്മ ആസിഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മാക്ക് എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെയൊക്കെ ഡിപ്രഷനിൽ ജീവിപ്പിച്ചിനൊന്നും അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെല്ലാം ഓരോരാളെ തലയിലെടുത്ത് പോലെ ഇരിക്കും. പിന്നെ ഉമ്മാക്ക് എത്ര ഗുണമുണ്ടോ അത്രയും ഗുണങ്ങൾ മാത്രമേ ലോകത്ത് ഏതൊരു മക്കൾക്കും ഉണ്ടാവും. അതെല്ലാം ഓരോരാളെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുന്നതാണ് കേട്ടോ. എന്റെ പാപ്പ ഗൾഫിലായിരുന്നു. അതിൽ നിന്നുള്ള ആഘാതമാണ്. ഞാൻ ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്നാണ് വളർന്നത്, ഉപ്പാപ്പാരുടെ അടുത്ത്. അവിടെ ആസിഡ് കുടിയും കാര്യങ്ങളും ബഹളവും പ്രശ്നവും. പണ്ട് കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കല്ലുകെട്ടിന്റെ അവിടെ രാത്രി വന്നിരുന്ന് ചരള് വാരി എറിയും. നമ്മള് കരഞ്ഞോണ്ടോടും നമ്മളെ അമ്മ എന്നും പറഞ്ഞ്. അങ്ങനെയൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. 3 ഭർത്താവിലുള്ള 3 മക്കളും എന്റെ സമൂഹത്തില് ഒരാളുടെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഒരു അഴുക്ക സ്ത്രീയായിട്ട് എന്നെ മുദ്ര കുത്തി. ഒരു പെറ്റതള്ളയും പറയില്ല. അത് ഇവൾ ഈ കുറച്ച് മുന്നേ ചെയ്തൊരു വീഡിയോയിലാണ് ഇവള് പറഞ്ഞത്. ഇവള് മോളെ പിടിച്ച് ഇവളെ ഉമ്മാരത്ത് കൊണ്ടാക്കിയിട്ട് എൻ്റെ ഉമ്മ അവളെ നോക്കുന്നുണ്ട്, എന്തായാലും പെറ്റ ഉമ്മയല്ലേ, അപ്പോൾ എന്തായാലും അവളെ നല്ലോണം നോക്കിക്കോളും എന്ന് ഇവള് വീണ്ടും ഉമ്മാക്ക് കുറ്റം ചാർത്തി. അതിനുശേഷം ഞാൻ ക്ഷമിച്ചോളാണ്. എനിക്ക് കുറച്ച് ചോറും കറികളൊക്കെ തന്നിട്ടുണ്ട് ഉമ്മ. ഇല്ലാന്നുള്ള 5.5 പവന്റെ സ്വർണം, ഒരു 3 പവന്റെ തടവള കൈരളിയിൽ നിന്ന് മേടിച്ചതാണ്. 1 പവന്റെ ഒരു കൈച്ചൈ നൗഫലിന്റെ നിന്ന് മേടിച്ചതാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന്. ഒരു ചെവിമാട്ടി കാതിടുന്ന ഒരു മോതിരം, ഞാൻ 10,000 രൂപ കൊടുത്തു വാങ്ങിയ മോതിരമാണ്. അന്ന് സ്വർണത്തിന് ഇത്ര വിലയില്ല. പിന്നെ ഒരു കൈച്ചൈ മുത്തുമോന്റെ, എല്ലാവരുടെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ഇവര് പറഞ്ഞു അത് വാങ്ങിയിട്ടില്ല എന്ന്. എന്നിട്ട് യൂട്യൂബിന്റെ ഏണിങ്സ് വന്ന് ഷെറൻ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്നു. അനിയൻ അന്നം പൊന്നി പെണ്ണേ, നാളെ 15,000 രൂപ വേണം. അതാണ് ഞാൻ ഉമ്മാരെ കൊടുക്കൂലെന്ന് പറഞ്ഞിക്ക. എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞാണ് സത്യം. എന്നിട്ട് വാപ്പാരെ കയ്യിലാണ് ഞാൻ എണ്ണി കൊടുക്കണം അടുക്കള ഭാഗത്ത് നിന്ന്. എന്റെ എല്ലാം നശിപ്പിച്ച് എന്റെ വസ്തു ഒന്ന് ജപ്തി ഘട്ടത്തിലാണ്. ഞാൻ അന്നും പറഞ്ഞു ഇതുപോലെ എന്നെ ശല്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വീട് വെക്കില്ല എന്ന്. ഇത് സത്യം അറിയാവുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് ഉമ്മയെ പണ്ടേ ഇഷ്ടമല്ല. ഉമ്മനെ കുറ്റമല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ല. എന്റെ കണ്ണിൽ കാണാത്ത കാഴ്ച കണ്ടു. എന്റെ മോളെ എങ്ങനെ വളർത്തും? ഇവള് നിങ്ങൾ പറയുന്ന കേട്ടോ, ഇവൾക്ക് പണ്ടേ ഇവൾക്ക് ഉമ്മാനെ ഇഷ്ടമല്ല. ഇപ്പം ഇവളെ മോളെ നോക്കാൻ വേണ്ടിയിട്ട് ഇവള് ഉമ്മാനോട് താൽക്കാലികമായിട്ട് ഇഷ്ടപ്പെട്ടതാ. എടോ, നിനക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ ഇപ്പം എന്തെല്ലോ വിളിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പറയരുത്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്മൾ ജീവിക്കണമെങ്കിൽ ഒരു കണ്ണും ഒരു കാതും പൊത്തണം. അതുപോലെ ഒരു കണ്ണും ഒരു കാതും പൊത്തിയിട്ട് നീ നല്ലോണം വായ അടക്കിയിട്ട് ജീവിക്കുക.
ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ജീവിതത്തിൽ വരുമ്പം അതിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വിളമ്പലല്ല. ഇന്നിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ വന്നിട്ട് വരും ഞാനും എൻ്റെ ഉമ്മയും നന്നായി, എൻ്റെ മോളും നന്നായി. അങ്ങനത്തെ ഒരു വട്ടത്തെ ഇവള്.